എല്ലാവർക്കും നമസ്കാരം. ഹോളിവുഡിൽ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളുടെ സീക്വൽസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ദ മെട്രിക്സ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫിലിം സീരീസാണ് ദ മെട്രിക്സ്. വളരെ ഇന്നോവേറ്റീവായ സൈഫൈ എപ്പിക്കാണ് ദ മെട്രിക്സ്. ഫിലോസഫിയും ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിസവും മാർഷൽ ആർട്സും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മാസ്റ്റർ പീസാണിത്. ഫ്രീ വില്ലിനെ കുറിച്ചിട്ടും സൊസൈറ്റിക്ക് മേലുള്ള ടെക്നോളജിയുടെ ഇമ്പാക്റ്റുമാണ് ഈ ഫിലിം സീരീസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സിനിമ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു. മെട്രിക്സ് അതിനുശേഷം വന്ന സിനിമകളെയും TV ഷോസിനെയും മ്യൂസിക് വീഡിയോസിനെയും വീഡിയോ ഗെയിംസിനെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആക്ഷൻ ഫിലിംസ് മുതൽ ഫിലോസഫിക്കൽ ഡിബേറ്റ്സിൽ വരെ മെട്രിക്സിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഫിലിം സീരീസിലെ ആദ്യ ഭാഗത്തിനും രണ്ടാം ഭാഗത്തിനും പോസിറ്റീവ് റിവ്യൂ കിട്ടിയെങ്കിലും മൂന്നാം ഭാഗത്തിന് ക്രിറ്റിക്സിൽ നിന്നും മിക്സ്ഡ് റിവ്യൂ ആയിരുന്നു കിട്ടിയത്. 3 ഭാഗങ്ങളും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നെങ്കിലും 2021 ഇറങ്ങിയ 4ാം ഭാഗം ബോക്സ് ഓഫീസ് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ മെട്രിക്സിൻ്റെ 5ാം ഭാഗം വരാനിരിക്കുകയാണ്. മെട്രിക്സ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഡ്രൂ ഗോഡാർഡ് തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും 4ാം ഭാഗം ഉണ്ടാക്കിയ ചീത്തപ്പേര് 5ാം ഭാഗത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രമല്ല കിയാനു റീവ്സിനെ വീണ്ടും നിയോ എന്ന കഥാപാത്രമായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കിയാനു റീവ്സിൻ്റെ ലോകം മൊത്തം ഫാൻ ബേസുള്ള അടുത്ത ഫിലിം സീരീസാണ് ജോൺ വിക്ക്. ഹോളിവുഡിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ഷൻ ഫിലിം സീരീസ് നമുക്ക് നിസ്സംശയം പറയാം. എൻ്റയർ ഫിലിം സീരീസിന് തന്നെ കൾട്ട് സ്റ്റേറ്റസാണ് കിട്ടിയിരിക്കുന്നത്. ആക്ഷൻ സിനിമകൾക്ക് തന്നെ പുതിയൊരു നിർവചനം കൊടുത്ത ഫിലിം സീരീസാണ് ജോൺ വിക്ക്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ്സിലൊന്ന് ഇതിൽ വേൾഡ് ബിൽഡിംഗ് തന്നെയാണ്. വളരെ കോംപ്ലക്സ് ആയ അതേസമയം ഡീറ്റെയിൽഡ് ആയ വേൾഡ് ബിൽഡിംഗാണ് സിനിമയിലുള്ളത്. ഇതിലെ കോണ്ടിനെൻ്റൽ ഹോട്ടലും ഹൈ ടേബിളുമൊക്കെ ഇതിലെ ഇൻട്രിക്കേറ്റ് വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ്. ജോൺ വിക്ക് ഫിലിം സീരീസിന് ഡെപ്ത് കൊടുക്കുവാൻ ഇത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൽ ഇന്നോവേറ്റീവായ സ്റ്റണ്ട് വർക്ക്സും പ്രിസൈസ് സിനിമോട്ടോഗ്രാഫിയും ഇൻറ്റൻസ് ഗൺ ഫൈറ്റൊക്കെ പ്രേക്ഷകർക്ക് ഈ ഫിലിം സീരീസിനോട് ആരാധന ജനിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇതിൻ്റെ മേക്കേഴ്സ് ഈ സിനിമയുടെ 5ാം ഭാഗം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജോൺ വിക്ക് 5 കിയാനു റീവ്സ് തിരിച്ചു വരുമെന്ന് അദ്ദേഹം തന്നെ അറിയിച്ചിരുന്നു. ജോൺ വിക്ക് ഫാൻസ് എന്തായാലും ഇതിലും വലിയ സന്തോഷ വാർത്ത വേറെ ഉണ്ടാകാനിടയില്ല. അടുത്തത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഇന്നോവേറ്റീവ് ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞ ഹൈ ഒക്ടൈൻ ഫ്രാഞ്ചൈസാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫിലിം സീരീസ്. ഈ ഫിലിം സീരീസിലെ 11ാമത്തെ ഭാഗമാണ് ഇനി വരാനിരിക്കുന്നത്. ഇത് ഈ സീരീസിലെ അവസാന ഭാഗമെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഫിലിം സീരീസ് ആയിരുന്നു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പക്ഷേ പണ്ടത്തെ അത്രയും ഫാൻ ബേസ് ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റിൽ ഇതിൻ്റെ 11ാം ഭാഗത്തിന് കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. 2026 ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 11 റിലീസാവുന്നത്. ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്തത് മിഷൻ ഇമ്പോസിബിൾ. ലോകമെമ്പാടും ഫാൻ ബേസ് ഉള്ള ഒരു സ്പൈ ത്രില്ലർ ഫ്രാഞ്ചൈസാണ് മിഷൻ ഇമ്പോസിബിൾ ഫിലിം സീരീസ്. വളരെ ഇൻട്രിക്കേറ്റായ പ്ലോട്ട്സും കോംപ്ലക്സ് ക്യാരക്ടേഴ്സും മൈൻഡ് ബെൻഡിങ് ആക്ഷൻ സീക്വൻസ് കൊണ്ടും പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റാൻ മിഷൻ ഇമ്പോസിബിളിന് സാധിച്ചിട്ടുണ്ട്. ടോം ക്രൂയിസ് തന്നെയാണ് മിഷൻ ഇമ്പോസിബിളിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ് ഈ ഫിലിം സീരീസിനെ ഉയരങ്ങളിൽ എത്തിച്ചത്. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പല സ്റ്റൺസും അദ്ദേഹം തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് മിഷൻ ഇമ്പോസിബിളിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ സീരീസിലെ 8ാം ഭാഗമായ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കനിങ് അടുത്ത മാസം 23-നാണ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.